ബീഹാറിൽ നമുക്കറിയാവുന്നതുപോലെ വളരെ സുപ്രധാനമായ ഒരു തെരഞ്ഞെടുപ്പിന് തുടക്കം കുറിക്കാൻ പോകുകയാണ്. മറ്റന്നാൾ അവിടെ ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കാൻ പോവുകയാണ്. അതിനാൽ തന്നെ ബീഹാറിൽ ഇന്നിപ്പോൾ കലാശപ്പോരാട്ടം നടക്കാൻ പോകുന്നു. ഈ കലാശക്കൊട്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ പോലെ വൈകുന്നേരം ഒരു ജംഗ്ഷനിലേക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ സ്ഥാനാർത്ഥികളും ഒന്നും എത്തില്ല കേട്ടോ. അത് കേരളത്തിൽ മാത്രമുള്ളൊരു പ്രക്രിയയാണ്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ പരസ്യപ്രചരണം അവസാനിക്കുന്ന ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട നഗരങ്ങൾ കേന്ദ്രീകരിച്ചും ജംഗ്ഷനുകൾ കേന്ദ്രീകരിച്ചുമൊക്കെ ഈ കലാശപ്പൊട്ട് ഒരു ആഘോഷമാക്കി മാറ്റുന്നത് അത് നമ്മുടെ സംസ്ഥാനത്ത് മാത്രമേ ഉള്ളൂ. എങ്കിൽ പോലും തെരഞ്ഞെടുപ്പിൻ്റെ പരസ്യപ്രചരണം ഇന്നിപ്പോൾ ബീഹാറിൽ വൈകിട്ട് അവസാനിക്കും. അപ്പോൾ നമുക്ക് ആ ഒരു സെഗ്മെൻറ്റോടുകൂടി ഇന്നത്തെ പുത്തംപുലരി ആരംഭിക്കാം. പടക്കളത്തിൽ ബീഹാർ. ബീഹാറിൽ പോരാട്ടം കനക്കുന്നു. ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ പരസ്യപ്രചരണം ഇന്ന് അവസാനിക്കും. പ്രചരണത്തിന്റെ അവസാന ലാപ്പിൽ വ്യക്തമായ മേൽക്കൈ നേടാനായി എന്ന ആത്മവിശ്വാസത്തിലാണ് NDA ക്യാമ്പ്. 18 ജില്ലകളിലായി 121 മണ്ഡലങ്ങളിലാണ് 6-ാം തീയതി ജനവിധി രേഖപ്പെടുത്തുക. വിവരങ്ങൾ ജിഷ്ണു കൃഷ്ണനാണ് ബീഹാറിൽ നിന്നും നൽകുന്നത്. ജിഷ്ണു, നമസ്തേ, ഗുഡ് മോർണിംഗ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചത് ഈ കേരളത്തിൽ മാത്രമാണല്ലോ ഈ കലാശക്കൊട്ട് ഒരു വലിയ ആഘോഷമായി നടക്കുന്നത്. അതായത് പ്രധാനപ്പെട്ട നഗരങ്ങൾ ജംഗ്ഷനുകളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് സ്ഥാനാർത്ഥികൾ വരികയും അവിടെ വലിയ ബാൻഡും ഡാൻസും പാട്ടുമൊക്കെ ആയിട്ട് എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ അത് കേരളത്തിൽ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. ഉത്തരഭാരതത്തിലും ദക്ഷിണ ഭാരതത്തിലുമൊക്കെ പല സംസ്ഥാനങ്ങളിൽ നമ്മൾ രണ്ടുപേരും ഒരുമിച്ചും തെരഞ്ഞെടുപ്പ് റിപ്പോർട്ടിങ്ങിനൊക്കെ പോയിട്ടുള്ളതാണ്. അതിനാൽ അത്തരം ആഘോഷങ്ങളൊന്നുമില്ല. എങ്കിൽ പോലും ബീഹാറിൻ്റെ ഒരു രാഷ്ട്രീയ സാഹചര്യം എന്താണ്? പ്രത്യേകിച്ച് ഈ ഒന്നാം ഫേസ് നടക്കുന്ന മണ്ഡലങ്ങളുടെ ഒരു പൊതു സ്വഭാവം എന്താണ് ജിഷ്ണു? പറയൂ. ഗൗതം, നമസ്തേ, ഗുഡ് മോർണിംഗ്. ഞാൻ പട്നയിലാണുള്ളത്. ഗൗതം ചൂണ്ടിക്കാട്ടിയതുപോലെ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കുന്നു. അതിശക്തമായിട്ടുള്ള പ്രചാരണം. തീർച്ചയായും പ്രചാരണത്തിൻ്റെ രീതിയിൽ വലിയ മാറ്റമുണ്ട്. നമുക്ക് കേരളത്തിൽ കാണുന്നത് പോലെ കൊടിതോരണങ്ങൾ കെട്ടിക്കൊണ്ട് അലങ്കരിക്കുക, ഫ്ലെക്സ് ബോർഡുകൾ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ജംഗ്ഷനുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വലിയ ശക്തി പ്രകടനങ്ങൾ ഇവയൊന്നും തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കാണാൻ സാധിക്കാറില്ല. അതുതന്നെയാണ് ബീഹാറിൻ്റെയും അവസ്ഥ. പക്ഷേ അവസാന ലാപ്പിൽ രണ്ട് മുന്നണികളും ശ്രമിച്ചത് അവരുടെ പ്രധാനപ്പെട്ട നേതാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പൊതുയോഗങ്ങൾ, റാലികൾ ഇവ സംഘടിപ്പിക്കാനാണ്. ആദ്യഘട്ടത്തിൽ ഡോർ ടു ഡോർ ക്യാമ്പയിൻ, സ്ഥാനാർത്ഥികൾ നേരിട്ടുകൊണ്ട് ജനങ്ങളെ, വോട്ടർമാരെ കാണുന്നതിനും അത്തരത്തിൽ ചെറിയ കുടുംബയോഗങ്ങളും പൊതുയോഗങ്ങളുമായിരുന്നെങ്കിൽ അവസാന 2 ദിവസങ്ങൾ, അതായത് ഇന്നലെയും ഇന്നുമെല്ലാമായി മിനിയാന്നുമായി പ്രധാനപ്പെട്ട നേതാക്കളെ, ദേശീയ തലത്തിൽ ശ്രദ്ധയാകർഷിക്കുന്ന നേതാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വമ്പൻ റാലികൾ നടത്തിക്കൊണ്ട് ജനങ്ങളെ കയ്യിലെടുക്കാനുള്ള ഒരു വലിയ ശ്രമമാണ് നടത്തിയിട്ടുള്ളത്. അതിൽ ഒരു പരിധിവരെ വ്യക്തമായ മേൽക്കൈ നേടാൻ സാധിച്ചിട്ടുള്ളത് NDAക്കാണ് എന്ന് വേണം വിലയിരുത്താൻ. കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പട്നയിലെ റോഡ് ഷോ ഈ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ തന്നെ ഏറ്റവും വലിയ റാലി എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും. മറ്റൊരു നേതാവിനും അത്തരത്തിലൊരു റാലി, ജനക്കൂട്ടത്തെ, ജനാരവത്തെ ഏറ്റെടുക്കാൻ ഇന്ന് ഭാരതത്തിൽ സാധിക്കില്ല എന്ന് ഉറപ്പാണ്. അത്രയധികം ജനപങ്കാളിത്തമായിരുന്നു പട്നയിൽ. ഏകദേശം 6 കിലോമീറ്റർ ദൂരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റാലിക്കുണ്ടായിരുന്നത്. അമിത്ഷായുടെ റാലി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ റാലി നടത്തി. ഇന്നലെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പട്നയിലും ഒപ്പം സമീപ പ്രദേശങ്ങളിലും വിവിധ പരിപാടികളിൽ പങ്കെടുത്തു, പൊതുയോഗങ്ങളിൽ പങ്കെടുത്തു. അത്തരത്തിൽ അവസാന ലാപ്പിലേക്ക് എത്തിയപ്പോൾ പ്രധാനപ്പെട്ട നേതാക്കളെ ഇറക്കിക്കൊണ്ട് റാലികൾ നടത്തി ജനങ്ങളെ കയ്യിലെടുക്കാൻ NDAക്ക് സാധിച്ചിട്ടുണ്ട്. ഒപ്പം പട്ന, വൈശാലി, നളന്ദ, മുസാഫറാപൂർ തുടങ്ങിയിട്ടുള്ള മേഖലകളിൽ 18 ജില്ലകളിലായി 121 മണ്ഡലങ്ങളാണ് ആദ്യഘട്ടത്തിലേക്ക് പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ പ്രമുഖ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമാണ്. അവരുടെ മണ്ഡലങ്ങളിലും ഈ വോട്ടെടുപ്പ് നടക്കുന്നു എന്നുള്ളതാണ്. താരാപൂരിൽ നിന്ന് നിലവിൽ ഉപമുഖ്യമന്ത്രിയും BJPയുടെ പ്രധാനപ്പെട്ട നേതാവുമായിട്ടുള്ള സാമ്രാജ് ചൗധരി മത്സരിക്കുന്ന മണ്ഡലം ആദ്യഘട്ടത്തിൽ തന്നെ വിധി എഴുതുന്നുണ്ട്. കൂടാതെ നിലവിൽ പ്രതിപക്ഷ നേതാവും ഇന്ത്യ സഖ്യത്തിൻ്റെ, മഹാസഖ്യത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുമായിട്ടുള്ള തേജസ്വി യാദവും ആദ്യഘട്ടത്തിൽ തന്നെ ജനവിധി തേടും.